ഹലോ, ഇപ്പോൾ ഞങ്ങൾ സെഡാറിലെത്തി. സെഡാറിൽ നമുക്ക് ബസ് സ്റ്റേഷനിൽ ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു പീട്ര എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. കുറേ തക്കാളിയും മുന്തിരിയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുറേ തക്കാളി, ഇഷ്ടം പോലെ തക്കാളി. ഇങ്ങനെ അത് ആപ്പിളാണോ? കാരണം ഇതേ വരും നല്ല രസമുണ്ട്. ബോൾ അതാ പട്ടി കളിക്കാൻ. വാ, നല്ല രസമുണ്ട്. മാതളാണത്. ഇത് മാതളമാണ്, അടിപൊളി മാതളം. കരുവേപ്പില പോലെ ഉണ്ട്, പക്ഷെ കരുവേപ്പില അല്ല വന്നു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് സഡാർ സിറ്റി വാൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സീ ഓർഗൻ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അവിടെ നമുക്ക് നടക്കുമ്പോൾ ഒരു മ്യൂസിക്കലിൻ്റെ ഒരു ഇതുപോലെയാണ് കേൾക്കാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത്. സെഡാർ സിറ്റി വാൾസ്. ഈ സ്ട്രക്ചറിനെയാണ് ഗ്രീറ്റിംഗ്സ് ടു ദ സൺ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. സോളാർ സെൽസ് പോലെ എന്തോ സൺലൈറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് രാത്രിയായാൽ ഇത് ഇലുമിനേറ്റ് ചെയ്യും. രാത്രി നേരത്ത് ഇവിടെ ഒരു ഡിസ്കോ ലൈറ്റ് പോലെ ഇതൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പാറ്റേണിൽ ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യും. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. സൺസെറ്റ് ഇനിയും 2 hours കഴിഞ്ഞാണ്. കാണാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അതുകൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ഉണ്ട്. നൈറ്റ് ഓഫ് ഫുൾ മൂൺ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇന്ന് നടക്കുന്നുണ്ട്. ഫുൾ മൂൺ മിഡ് സമ്മറിൽ നടക്കുന്ന ആനുവൽ ഫെസ്റ്റാണ്. ഇയർലി വൺസ് ഉള്ളൊരു മ്യൂസിക് ഫെസ്റ്റിവലാണ്. അപ്പോൾ കുറച്ച് പോപ്പ് മ്യൂസിക്കും ഏഷ്യൻ ലോക്കൽ മ്യൂസിക്കും മിക്സ് ചെയ്തിട്ടുള്ള മിഡ് നൈറ്റ് വരെയുള്ള പ്രോഗ്രാമാണ്. എന്താണെന്ന് നോക്കണം. പിന്നെ ഫിഷ് എന്തൊക്കെയോ കണ്ടു, സ്ക്വിഡും സാർഡൈൻസ്, അതൊന്നും നോക്കണം. കണ്ണൻ എന്താ കഴിക്കാൻ പോണ്? ഫിഷ് വേണോ ഐസ്ക്രീം വേണോ? റെഡി സ്റ്റഡി ഗോ. ഇതാണ് കോർണാട്ടി മലയുടെ മുകളിൽ. കുറച്ചുകൂടി നടക്കാനുണ്ട്, പക്ഷെ കണ്ണ് ക്ഷീണിച്ചു. ഇവിടെ കുറച്ച് സ്വിമ്മിംഗ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും എല്ലാവരും സ്വിമ്മിംഗ് ഡ്രസ്സൊക്കെ ആയി വന്ന് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് കുട്ടികളുള്ളവരൊക്കെ. ഞങ്ങളൊന്ന് ഹൈക്ക് ചെയ്ത് തുടങ്ങി, പക്ഷെ കണ്ണനെ മതിയായി. നോക്കട്ടെ. കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു പ്രത്യേക തരം ഷൂ ആണ് അവർ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സാധാ സാൻഡലും അല്ല, നമ്മുടെ സാധാരണ പുറത്തിടുന്ന അഡിഡാസോ നൈക്കിൻ്റെ പോലത്തെ ഷൂവും അല്ല. സ്വിമ്മിങ് ഷൂസ് എന്ന് പറയുന്നത്. ബീച്ച് നന്നായിട്ടുണ്ട്. കുറച്ച് കല്ലുണ്ട് ഫ്രണ്ടിൽ. ഉള്ളിലേക്ക് കുറേ സാൻഡായിട്ടുള്ള ബീച്ചാണ്. നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരണം. ടോപ്പ് വ്യൂ ഏറ്റവും മുകളിൽ കോർണാട്ടി ഹിൽസിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോൾ കുറേ ഷിപ്പും ഒറ്റയ്ക്കൊറ്റയ്ക്കായി കുറേ ഐലൻഡ്സും. ഇവിടെ 68 ഐലൻഡും മറ്റും ഉണ്ട്. ഇതാണ് 3rd ലാർജസ്റ്റ് ഐലൻഡ്. ഇവിടെ കുറച്ച് സ്വിമ്മിങ് ഏരിയ ആണ്. കുറേ പേര് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടുള്ളവർ. ബാക്കി കുറച്ച് പേര് ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം പീക്ക് വരെ എത്തി.